എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത്? വിജയുടെ ഭാര്യ സംഗീത വിജയ്ക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നു. അതെ സാറേ, ഞങ്ങൾ വഴക്കാം. നടനും തമിഴക വെട്രിക്കഴകം തലവനുമായ വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചനത്തിന് ഹർജി നൽകിയിരിക്കുന്നു. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. അത് ഈ ഡിവോഴ്സിന് കാരണം എന്താണെന്നാണ് സംഗീത കൃത്യമായി പറയുന്നു. അഡൾട്ടറി കോസ് ആണ് കാരണം. ആരാടാ നിന്നോട് അപവാദമൊക്കെ പറയുന്നു? അതായത് നടൻ വിജയ്ക്ക് മറ്റൊരു ബന്ധം. മക്കളാണ് സത്യം. ഞാനിത് വിശ്വസിക്കാം. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു നടിയുമായി വിജയ്ക്ക് മറ്റൊരു അവിഹിത ബന്ധമുണ്ടെന്ന് പറയുന്നത് ഭാര്യയായ സംഗീതയാണ് ഫയൽ ചെയ്യുന്നത്. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണം. വിജയുടെ ഭാര്യ സംഗീത ഫയൽ ചെയ്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷൻ നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നു. എന്താ ഉറക്കം വരുന്നു. நீங்க யாரை சந்தோஷப்படுத்துறதுக்காக இதெல்லாம் நீங்க செய்றீங்களோ அவங்களுக்கே ஒரு கட்டத்துல உங்களை பிடிக்காம போயிடும். Though the respondent initially assured that he would end the relationship, കയ്യോടെ തൂക്കി എന്നിട്ട് പറയുന്നു ഞാൻ ഇത് അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലും he continued. സ്വയം നന്നാവില്ല, ബാക്കിയുള്ളവർ നന്നാക്കേമില്ല. പൊക്കിയതിനു ശേഷം ആ ബന്ധം തുടരില്ല എന്ന് വാക്ക് നൽകിയതിന് ശേഷവും അത് പിന്നീടും വിജയ് തുടർന്നു വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഇലക്ഷൻ പ്രമാണിച്ച് സിനിമ ബ്ലോക്കാക്കി വെച്ചേക്കുന്നു. ദാണ്ടിപ്പം കുടുംബത്ത് നിന്നൂടെ നെറുകന്തലക്കിട്ട് അടി കിട്ടിയതുപോലാണ്. ഇതിനകത്തൊരു പകപോക്കലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2 കൊല്ലമായിട്ട് ഇവർ പിരിഞ്ഞു താമസിക്കുകയാണ് എന്ന് പറയുന്നു. ഇതിനു മുമ്പും ഇവർക്ക് ഈ ഒരു പെറ്റീഷനായിട്ട് മുന്നോട്ട് പോകാം. കറക്റ്റാണല്ലേ? ഇവരെ ചതിച്ച വിജയോട് പ്രതികാരം തീർക്കാൻ ഇതിനേക്കാളും വലിയൊരു സമയം വേറെ ഇല്ല. ഇതാണ് ദ ബെസ്റ്റ് സമയം. അത് വെച്ചിട്ട് ഇവര് അടിച്ച പോലാണ് എനിക്കിത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് വന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ജെറ്റിലാണ് ഇവർ വരുന്നത്. ആദ്യത്തെ 2 പേര് ഈ വിജയുടെയും തൃഷയുടെയും പേര്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ തൃഷ ഇടയ്ക്കിടയ്ക്ക് സോളോ ട്രിപ്പ് പോകാറുണ്ട്. സോളോ ട്രിപ്പ് ആണെന്നും പറഞ്ഞ് പോകുന്ന ട്രിപ്പിനകത്ത് എല്ലാം വേറെ ഒരാളുടെ സാന്നിധ്യം പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇത് വാരിസിന്റെ സക്സസ് പാർട്ടിയാണ് ഇവരെല്ലാരും കൂടെ ഉള്ളത്. ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ച ടീംസ് എല്ലാവരും കൂടെ ഉള്ളത്. സെയിം ലൊക്കേഷനിൽ തൃഷയും കണ്ടിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഇതാണ് മറ്റേ ഷൂവിന്റെ ഇമേജ് ലീക്ക് ആയിട്ടുള്ളത്. ഇത് ആ ഒരു ട്രിപ്പിനകത്താണെന്ന് തോന്നുന്നു. ഈ ഷൂ വിജയുടെ ആണ് എന്നുള്ള തരത്തിൽ അന്ന് ആളുകൾ തപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ സെയിം ഷൂ ഇട്ടുണ്ടാണ് വിജയ് അവിടെ നിൽക്കുന്നത്. ഇവർ 2 പേരുടെ അന്നത്തെ ഒരു CCTV ഫുട്ടേജ് സ്പൈകൾക്ക് പോലും കാണത്തില്ല. ഇത്രയും ഗതികേട്. ഫോട്ടഡ് ടുഗദർ ഇൻ ഓസ്ലോ. ഓസ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർവേയുടെ തലസ്ഥാനം. അവിടെ വെച്ച് ഇവരെ 2 പേരെയും കണ്ടതിന്റെ പിക്കാണ് പുറത്തു വന്നേക്കുന്നത്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? She posted a story that she is possessive and someone or something is her forever. ഒരു ഓഗസ്റ്റ് 25-ന് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ആണിത്. ഇത് ഓഗസ്റ്റ് 25-ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. പിന്നടിയെ ഫോളോ പണി വാങ്ങും. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.